ഗൈസ് നമ്മൾ ഇന്നാളെ നിന്ന സ്ഥലം ഓർമ്മയുണ്ട? കെന്റ് ബേ വാച്ച്, അതാണ് കേട്ടോ ഇത്. ഇപ്പൊ വർഷയാണ് തോവാ കയറി പോണത്. എന്തെന്നാണെന്ന് അറിയാവോ? അന്ന് നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും വർഷ മറ്റേ ഡോക്ടർ കൊടുത്ത ഹെയർ കണ്ടീഷണറും ഷാമ്പൂവും ഇവിടെ വെച്ച് മറന്നുപോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറവി നല്ലവണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ അവളുടെ സാധനം എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. നമ്മുടെ മറ്റൊരു ദിവസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കെന്റ് ബിവാച്ച് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഈ സാധനം ഉണ്ടെങ്കിൽ, അവരതെടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അതും എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഫോറത്തിലോട്ട് പോകണം. നാളെ കണ്ണൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് ഷുണ്ടുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ സമ്മാനം വാങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊന്ന് തുടങ്ങാം നമുക്ക് ആദ്യം. കിട്ടിയോ ഇല്ലയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാഭം കഴിയും. അത് കളഞ്ഞെന്നാണ് തോന്നുന്നത്. അവളുടെ വരവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കൊരു കള്ള ലക്ഷണം ഫീൽ ചെയ്യണില്ലേ? കളഞ്ഞ് എന്ത് തോന്നുന്നു? എന്താടാ ഇപ്പൊ വരുമോ സ്റ്റാഫ്? കിട്ടുവോ? ഉണ്ടോ? സാധനം ഉണ്ടോ? അതിനെ കുറിച്ച് അറിയാവുന്നവര് പുറത്തു പോയേക്കണം. ആണല്ലേ? നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഒരു സാധനങ്ങളും മറക്കാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് ഇന്നലെ പുറമോളി പോണ എന്തിനാണെന്നറിയോ? ഗിഫ്റ്റ് വാങ്ങാനും. പിന്നെ ഇന്നലെ ഫോറത്തിൽ വെച്ചിട്ട് നമ്മളൊരു ക്യൂട്ടി ബാഗ് വാങ്ങിയ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ബാഗ് ഫോറത്തിൽ വെച്ച് സിനിമ കഴിഞ്ഞവൻ മറന്നു. അതിന് നമ്മൾ എന്തിനാ പോകുന്നത്? അതിൽ നിന്ന് എന്താ പഠിക്കുന്നത്? ഇതിപ്പോ ഇതാണ് സുഹൃത്തുക്കളെ സ്ഥിരം പരിപാടി. മറക്കുന്നു എടുക്കുന്നു. എന്തായാലും ഇവിടെ സ്റ്റാഫ് വരട്ടെ, കിട്ടുമോ നോക്കാം നമുക്ക്. സുഹൃത്തുക്കളെ, അങ്ങനെ അത് കിട്ടിയിരിക്കുന്നു. ഇവിടെ നോക്കട്ടെ. ഇത് ഇവക്ക് മറ്റേ ഈ എന്തെന്നെ മുടി കൊഴിച്ചിലുള്ളത് കൊണ്ട് കൊടുത്ത സാധനമാണ് കേട്ടോ ഡോക്ടർ. പോവാം, ശരി. അങ്ങനെ ആ കടമ കഴിഞ്ഞു. ഇനി പോയി PVR ബാഗ് തപ്പട്ടെ. ലെറ്റ്സ് ഗോ. എല്ലാം എന്റെ തലയിലും കൂടെ വെച്ചാണ്. ഇത് കുടുംബപരമായി ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാധനമാണ് ഗൈസ്. ഓർമ്മയില്ലായ്മ. അതെ, എന്തായാലും ഇവിടെ നടക്കട്ടെ. എത്തുകയാണ് സുഹൃത്തുക്കളെ ഫോറം മോൾ. ഗൈസ്, PVR എത്തിയിരിക്കുകയാണ്. സ്വന്തമായി ബാഗ് കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഓക്കെ, എന്ത് കുറുവണ, എന്ത് ക്യൂട്ട്നെസ്. അവള് വാരി എറിയുന്നു ഗൈസ്. ഞാൻ ഇല്ല നീ കണ്ടുപിടിക്കണെന്ന് ചോദിക്ക്. യെസ്, കണ്ട ഫോണുണ്ട് ഗൈസ്. നമ്മള് അകത്ത് കയറി. ഇവിടെ ഒരു ബ്ലാക്ക് ഡോർ ഉണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പൂവുള്ള ബാഗ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് ഡോർ കണ്ടുപിടിക്കട്ടെ. അതായിരിക്കും കേട്ടോ. വേറെ ബ്ലാക്ക് ഡോർ ഒന്നും ഇവിടെ കാണാനില്ല സുഹൃത്തുക്കളെ. ആരുമില്ലാത്ത ഒരു ബ്ലാക്ക് ഡോറിൽ ഞങ്ങൾ എത്തി. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഇത് തന്നെ. ഓക്കെ, കിട്ടി കേസ്. ഞങ്ങളുടെ പൂക്കളം സുഹൃത്തുക്കളെ, അത് ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മറക്കണ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഞാനായിരിക്കും എന്തെങ്കിലും സാധനം വെച്ച് മറക്കാൻ പോണ. വർഷമായിരിക്കും എന്തെങ്കിലും സാധനം മറക്കാൻ പോണത്. കമന്റ് ഡൗൺ ബിലോ ഗൈസ്. ആരുടെ മറവി ഗാംഗിലാണ് നിങ്ങൾ? പോപ്കോൺ വേണ്ട, നിങ്ങൾക്ക് പല്ല് വേദനയല്ലേ? തമ്പാക്ക് വർഷം എന്നുള്ള പേര് ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പം ഇവിടത്തെ മിഷൻ അക്കോംപ്ലിഷ്ഡ് ഗൈസ്. ഇനി എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസ്. ശരിയാണ്, ഞാൻ മറന്നുപോയി. ഷുണ്ടൂര് ഗിഫ്റ്റ് വാങ്ങാൻ സമയമായി. പക്ഷെ ഇത് നല്ല ഫ്രെയിം അല്ലേ ഇത്? ഓൾസോ ഗൈസ്, PVR-നകത്ത് ശ്വാസ അനുഭവം ഉണ്ട്. ദുരന്തർ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ് അവര്. അപ്പൊ ഇനി നമ്മള് 4 മണിക്കൂർ അവന്മാര് പ്യുവർ ഓസംനെസ് കാണുകയാണ്. നമ്മള് ഇനി മറ്റേ ഇത് ഷുണ്ടൂര് ഗിഫ്റ്റ് വാങ്ങിക്കട്ടെ. ഇവിടെ ഉണ്ടോ ബേബി സ്റ്റോർ? ഹാംലീസി കയറാം അല്ലേ? ഹാംലീസി കയറാം ഗൈസ്. പന്ത് അവൻ നല്ലൊരു പന്ത് നോക്കി വാങ്ങിക്കാം ഗൈസ്. ഇവിടെ നമ്മൾ ഹാംലീസി കയറിയേ. ബേസിക്കലി ഷുണ്ടൂന് ഇഷ്ടം ആന, ചെണ്ട, പന്ത്, ഇതൊക്കെയാണ് അവന് ഇഷ്ടം. ഡൈനോസർ ഇഷ്ടമാണ്. ഇവിടെ കുറെ ഡൈനോസറുകളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളൊന്ന് ഓവറോൾ ഒന്ന് തപ്പട്ടെ ഗൈസ്. ഞങ്ങളുടെ ക്രൂരമായ സെലക്ഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് 2 ആനകളാണ് ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഒന്ന് ഇവനും ഒന്ന് എവനും. ഇത് കൈകാലുകൾ ലൂസായ ഒരു ആനയാണ്. ഇത് കുത്തിയിരിക്കുന്ന ഒരു ആനയാണ്. ഏതാന എടുക്കണം? ഇതിനെടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇവനെ എടുക്കാം. ഓക്കെ, ഒരു ആന സെലക്ടഡ് ഗൈസ്. ഇനി എന്തെങ്കിലും ഇട്ടോ നോക്കട്ടെ. എന്റെ പുണ്യ ഗൈസ്, എന്തൊരു രസം ഗൈസ്. കുഞ്ഞു ഷൂ ഇതിപ്പൂര ഉള്ളത് കണ്ടാ. അപ്പൊ ഞങ്ങള് വിചാരിച്ച് അവനൊരു ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഇടാൻ പറ്റണ ഷൂസാണ്.
അല്ലേ? ഒരു വർഷം എക്സ്പാൻഡ് ആവും, കാലിനനുസരിച്ച് എക്സ്പാൻഡ് ആവുന്ന ഷൂസാണ്. അപ്പം ഇതൊരു പച്ച കളർ വേണ്ട, ഇതെടുത്താലാണ് പ്ലാൻ. നൈസ് ആയിരിക്കൂലേ? ഇത് ഒരെണ്ണം കൂടെ പാക്ക് ചെയ്യാം ഗൈസ്. വേണ്ട ഗൈസ്, അയ്യോ ഇപ്പൂരേ ഉള്ളു അല്ലേ? എൻ്റെ ഒരു കൈക്കകത്ത് നിൽക്കുന്നു. നിന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് കറക്റ്റ് ഇവളുടെ കൈ. അടിപൊളി. അപ്പൊ ഇതെടുത്തോട്ടാ, അടിപൊളി സാധനം അത്. ഏഞ്ചൽ എത്തി ഗൈസ്. നമ്മള് ഇനി നേരെ ഷാസിന്റെ വീട്ടിലോട്ട് വേണം. ആക്ച്വലി ഉമ്മ നമ്മളെ ഇന്ന് വിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആയിരുന്നല്ലോ ഗൈസ് ഈദ്. അപ്പോൾ ഷാസ് ഇന്നാണ് എത്തി. അപ്പോൾ ഇന്ന് അവിടെ ബിരിയാണി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് സിനിമയ്ക്ക് പോയെങ്കിലും ഉമ്മ പറഞ്ഞു നിങ്ങൾ എന്തായാലും വരണം. ഇന്ന് നമ്മൾ ഉമ്മയുടെ അവിടെ നിന്ന് വിരുന്ന് കഴിക്കാൻ മറന്നുപോയി. പക്ഷെ ആക്ച്വലി നമ്മൾ ഓർത്തു, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാണ്. ഇപ്പൊ ഉമ്മ വിളിച്ച് വെച്ചേളൂ. അപ്പൊ നമ്മള് അവിടെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഹായ്, പൊളിക്കും. അവിടെ ചെല്ലുമ്പോ അറിയാം ഗൈസ്. മിക്കവാറും മട്ടൺ ആവാനാണ് സാധ്യത. എന്തായാലും അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഉമ്മ വെയിറ്റിംഗ് ഫോർ us. സുഹൃത്തുക്കളെ, സനിബ്രോയും ഷാസ് ബ്രോയും ഇല്ലാതെ ഇന്ന് നമ്മൾ അമ്പരചുംബിയിൽ എത്തിയിരിക്കുകയാണ് ഈദിന്റെ ബിരിയാണി കഴിക്കാൻ. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ, മണം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. മട്ടൻ ബിരിയാണി ഉമ്മ? ചിക്കൻ മട്ടൻ നിങ്ങളൊക്കെ സമയത്തിന് ഉച്ചക്ക് കിട്ടിയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു മട്ടന് എല്ലാരെയും ഞാൻ ചൂടോടെ കിട്ടിയിട്ട് ഇപ്പൊ കിട്ടും ഉണ്ടാക്കാന്നല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ അവള് നീര് വെച്ച് നീരാളിയായി. നല്ല മണം കേട്ടാ. എന്തുണ്ട് ചെറുക്ക വിശേഷം? നിന്റെ ഒരു കാലം എവിടെ പോയി? നിന്റെ മുതലാളി എവിടെ? മുതലാളി സനുബ്രോ എവിടെ? ദുരന്തർ കാണാൻ പോയാ? നിന്നെ കൊണ്ടുപോയില്ലേ? അതിന്റെ വിഷമോണം അവന്റെ മുഖത്ത്. അമർഷം കാണിക്കുന്നുണ്ടാവേ. ഓക്കെ, ബിരിയാണി കഴിച്ചത് അതെ. ഇത്രയും മുട പിടിച്ച ഒരു ജീവി പൂച്ചകളുണ്ടല്ലേ ഗൈസ്. ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് വരാവേ ഗൈസ്. ഞാൻ വരുമ്പം തരണോന്ന് പറഞ്ഞ് ഷാസ് എന്തോ ഇവിടെ കൊടുത്തിട്ട് പോയെന്ന്. എന്തോ എനിക്കറിഞ്ഞൂടാ ഉമ്മ. ഏതുമ്മ ഇതില്? നീരിട്ട് വെക്കാനുള്ളതാണ്. അത് നിനക്കായിരിക്കും. അത് ഉമ്മയുടേതാണ്. എന്തോന്നത്? ഇതാണോ ഉമ്മ? ഇതാണോ? ഇത് തന്നല്ലേ ആ ടെഡി ബെയറാ? അതിൽ നീ തുടരുതെന്ന്. ഹായ് കേസ്. ഇതെന്തൊരു പവർ ബാങ്ക് ആടാ? ആണെന്ന് തോന്നട്ടാ. അല്ല, വാലറ്റ് സ്റ്റാൻഡാ. ചീട്ടാ ഇത് പിടിച്ചാല്. ഡി ബ്രാൻഡിന്റെ ചീട്ടാടേ. അറിയാ, അത് പൊളിച്ചു കേട്ടാ. ഓ, അതിന്റെ സ്മൂത്ത്നെസ് നോക്കിയാ ഞാൻ കുറച്ചുകൂടെ ഞാൻ വിശദീകരിച്ച് തരാം. ഏസ് എവിടെ നോക്ക്. ഏസ് നല്ല ഭംഗിയുണ്ടല്ലേ? ഓ, അതിന്റെ കിടുക്കാച്ചി സാധനം കേട്ടാ ഏസ് ഇത്. എനിക്കാണെങ്കിൽ ഇത് വെച്ച് ട്രിക്ക് കാണിക്കാൻ പോലും തോന്നണില്ല. കാണിക്കണ്ട, കാരണം അത് ചുളുങ്ങും. ഇതെന്റെ കാർഡ് കളക്ഷൻ. ഇതെന്റെ കാർഡ് കളക്ഷനിൽ ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും. താങ്ക് യു അളിയ. ഇത് എന്നിട്ട് എവിടെ പോയി? ഇതൊക്കെ സിനിമ കാണാൻ പോയി. പൊളിച്ച് ഗൈസ്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ബിരിയാണി കഴിക്കാം ആദ്യം. വിശക്കണം ബാ. ഓ, അത് പൊളിച്ച്. നല്ല ചിക്കൻ ബിരിയാണി, സലാഡ്, പപ്പടം, ചിക്കൻ കറി. കൊള്ളാം. കഴിച്ചാ? മണം എടുത്തിട്ട് തന്നെ. ഓക്കെ, കൂടുതൽ കാണിച്ച് കൊതിപ്പിക്കണ്ട, ഞങ്ങൾ കഴിക്കട്ടെ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇന്നിപ്പോ രാത്രി 9:30 ആയി. നമുക്ക് ഇന്ന് ഇവിടെ വെച്ചങ്ങ് നിർത്താം അല്ലേ ഞാൻ ഗൈസ്? പക്ഷെ വ്ളോഗ് തീരുന്നില്ല, കുറച്ചല്ലേ നമ്മള് ചെയ്തോളൂ. നാളെ ഷുണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകുന്നത് ആയിരിക്കും അടുത്ത ക്ലിപ്പ്. അപ്പോൾ നാളത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം. സുഹൃത്തുക്കളെ, ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് എത്തിയത്. ഹലോ, ആണല്ലേ? ഫുഡടി കഴിഞ്ഞ? എങ്ങനെ ഉണ്ടായിരുന്നടി? നീ കേക്കൊക്കെ ബേക്ക് ചെയ്തല്ലേ? ഹലോ മാവാ, സുഖാണോ? അടിപൊളി. എല്ലാരും ഉണ്ടല്ലോ. കഴിക്കൂ. ഇതാരിത്? ഷുണ്ടു. ആഹാ, നമ്മളെന്ന് പറഞ്ഞ ആണാ? പല്ല് ഡോക്ടറോ? ഓക്കെ. എടാ, ഈ രണ്ടുപേരും ഉണ്ടല്ലോ. അമ്മൂമ്മയുണ്ട്, കൊച്ചുമോനും ഉണ്ട്. അതെ.
എല്ലാം ഞാനും വർഷം നീ ഇത്ര നല്ലവനായ ഉണ്ണിയെ കണക്കിക്കണം എന്തോ ഒരു കള്ള ലക്ഷണം. വർഷം കൂടിയാണ് മൊത്തം ചെയ്തത്. പീപ്പി ചേച്ചി ഞാൻ ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്ലോഗിൽ ഇപ്പൊ ഇതാണ്. അതെ ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ഇടാ ഇടാ ശുണ്ടാപ്പി സമ്മാനം ചോദിക്കാൻ കൊടുക്കാൻ കൊച്ചത്തെ സമ്മാനം കൊണ്ടുവന്നു. പിടിച്ചോ, രണ്ടും പിടിച്ചോ, രണ്ടും നിനക്കുള്ളതാണ്. ഓ ഓ എടുത്തോന്നേ. ആ ആ രണ്ടും ഓപ്പണാ, രണ്ടും നമുക്ക് ഓപ്പണാ. ഇത് ഓപ്പൺ ആക്കണേ. ആ ഇത് വേണം. അത് ഓപ്പൺ ആക്കണ്ട. അതെന്താ അത് ഓപ്പൺ ആക്കണ്ട, അവള് കൊണ്ടുപോകും. എന്റെ പെങ്ങളെ എനിക്ക് നന്നായി തന്നത്. കാള വാല് പൊക്കണത് കാണുമ്പോ ഇവിടെ ഡെക്കറേഷനിൽ ഉണ്ടായിരുന്നത് ആണാ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അത് അത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പത്തിന് കണ്ടു. അതെ. ഹലോ നമസ്കാരം. അമ്മയുടെയും ബർത്ത്ഡേ ആണ്. ആ അതല്ലേ ഞാൻ കണ്ട് അമ്മാമ്മയുടെ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അമ്മയുടെ ബർത്ത് സ്റ്റാറും ആ ഓക്കെ. എവിടെ പി പി ബേക്ക് ചെയ്ത കേക്ക് എവിടെ? അതിനിപ്പോ വീഡിയോയില് കാണിച്ചു തരാം. ആണാ ആ വീഡിയോ പക്ഷെ അത് കാണാം. ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാ? എല്ലാം കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. അത് വേറെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ. ആണാ? ഓ സ്വയംഭ കേക്ക് കേട്ടോ. ബ്ലൂ കളറുണ്ട്. ഇത് അമ്മയ്ക്കുള്ള, അത് ശുണ്ടിലാണ്. ഒരു 2 പീസായിട്ട് മുറിച്ചാ. 2 കേക്കാരുണ്ടാക്കി. ഇതിന് മീതെ കുറെ സ്ട്രോബെറി ഒക്കെ വെച്ച്. സ്ട്രോബെറി ഒക്കെ എവിടെ? ആ കേക്ക് ഇപ്പൊ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അതെ അവിടെ കാണാം സുഹൃത്തുക്കളെ. എന്താ പിയാനോ ഒക്കെ വന്നത്? അത് ഗിഫ്റ്റ് ആണല്ലേ? ഇത് ആര് വായിക്കാ? ഷുണ്ടുവാ? അവ പൊളിക്കും. ഇനി ഇത് പഠിപ്പിക്കാൻ ഹമ്പിൾ മ്യൂസീഷ്യനെ വിളിക്കണമല്ലേ? അവനെ കണ്ടവരെ കണ്ട കാലം പറഞ്ഞു. സത്യം. ഇവിടെ ഹമ്പിളി എവിടെ നീ? അല്ലെ മിസ് യു. നീ ഞാൻ അവനെ ഒരു ദിവസം വിളിക്കാൻ പറയും, ഞാൻ ഇപ്പൊ കോഴിക്കോട് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് പോകണമെന്ന് അടുത്ത ആഴ്ച ഞങ്ങൾ കോഴിക്കോടുണ്ട്. ഞാനിപ്പോ തൃശ്ശൂരാണ്. അങ്ങനെയാണ് തൃശ്ശൂരെ പറയും, എടാ ഞാൻ എറണാകുളത്താണല്ലോ. അവനെ കാണാൻ നമ്മള് കോഴിക്കോട് പറയും. ഹമ്പിളിനെ മിസ് ചെയ്തെന്ന് പറയാനേടി. ആര്? ഹമ്പിളിനാ ഈ പിയാനോ കണ്ടപ്പോഴത്തേക്ക് ഹമ്പിളിനെ ഓർമ്മ വന്നു. പെട്ടെന്ന് ഇവിടെ വന്നപ്പോ ഹമ്പിളിനെ മിസ് ചെയ്യുന്നപ്പോ ശ്ശെ, ഞാൻ കഴിച്ചു. സൂപ്പർ ടേസ്റ്റ്. അടിപൊളി അടിപൊളി. ആരാ ബേക്ക് ചെയ്തേ? എന്റെ പെങ്ങളല്ലേ? ആരാ പാത്രമൊക്കെ കഴുകി വെച്ച്? എന്റെ അളിയനല്ലേ? കേക്ക് കഴിക്കാനുള്ള എന്റെ ആഗ്രഹം. പക്ഷെ കേക്ക് ഉണ്ടാക്കാൻ ഇവള് നേരത്തെ വന്ന നന്നായല്ലേ? വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങി. എനിക്കിന്ന് ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നടാ. ഇന്ന് ഒരു കാര്യവും ഇല്ലാതെ 5 മണിക്ക് എന്റെ കണ്ണ് തുറന്നു പോയി. ഇതിന് ഉറക്കം വരണില്ല. പിന്നെ ഫ്ലോറിൽ ചെന്നപ്പോ ഇങ്ങനെ നിക്കണ് ഞാൻ. ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ 3:30 മണിയായപ്പോഴത്തേക്ക് ഉറങ്ങാൻ വേണ്ടി കിടന്നു. PPN ഒറ്റയടി 10:30 മണിയായപ്പോ ഉറങ്ങുന്നതാണോ? 3:30 ആയി. ഇതിന് ഭയങ്കര തുടങ്ങി. എന്നിട്ട് ഇവര് സംസാരിച്ചോണ്ടിരുന്നു. രാവിലെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു കിളിയൊരു സൗണ്ട്. അപ്പൊ PPN കിളിയാ? അപ്പൊ ഉടനെ ടോണി ചോദിച്ചു, ഇവിടെ കിളി വല്ലതും പറഞ്ഞു. ഇപ്പൊ അപ്പൊ സംഭവം ഇങ്ങനെ ആലോചിക്കുന്ന ടോണി പറഞ്ഞു, രാവിലെ വല്ലതും ആയിക്കാണോ? സമയം നോക്കട്ടെ. 6:30. ആണാ? ഇവിടെ മൊത്തം ആളാണ്. ആണല്ലേ? ഇവിടെ മൊത്തം ചില്ലിങ് ആണ് കേസ്. ഞങ്ങൾ കുറച്ചേരം ചില്ലടിച്ചിട്ട് വരാം. ഓക്കെ. സ്നേഹനിധിയായ എന്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ട്. ആ ശരിയാണ്. ഇതില് സൈഡിൽ ഇരിക്കണ ആരെയാണ് നമ്മൾ കൊണ്ടുവന്നത്? അവൻ പൊട്ടിച്ചല്ലേ ഇതൊക്കെ? ഇത് അവനല്ലല്ലോ പൊട്ടിക്കുന്നത്. ആരാ ഇതൊക്കെ പൊട്ടിക്കുന്നത്? ആണാ? മക്കളെ ആന ഇഷ്ടായ? ആന ആ ഇഷ്ടായി. ആ ഇല്ല ഇല്ല അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല. അനിയത്തിയോട് ചോദിച്ച് കുഞ്ഞുവിനെയാണോ ഇഷ്ടം കുഞ്ഞിയാണോ ഇഷ്ടം? അപ്പൊ പറഞ്ഞു കുഞ്ഞാണ് ഇഷ്ടം. അയ്യോടാ ഷുണ്ടാപ്പി അതെന്താണെന്ന് മനസ്സിലായ എനക്ക്? തുറന്നു കൊടുക്കും മക്കളെ. അത് അവൻ ആന ഇഷ്ടപ്പെട്ടത്. ആന ആന വേണ്ടേ? കുഞ്ഞയ്ക്ക് കുഞ്ഞ കൊണ്ടുപോണോ? നോക്ക് നോക്ക് നോക്ക്. ഷൂസ്
ഹായ്. കേറും. കേറും കേറും കേറും. കേറിയില്ലെങ്കിൽ ആ പെണ്ണും പിള്ളേരുടെ കൊങ്ങയ്ക്ക് പിടിക്കും ഞാൻ പോയിട്ട് തന്നവരുടെ. ഞാൻ എടുത്തു തരാം. കുഞ്ഞ് open ആക്കി. ഇത് തന്ന പെണ്ണും പിള്ളേരുടെ അല്ല, കേറിയില്ലെങ്കിലേ 2 മുതൽ 3 വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റണ പാകത്തിനുള്ള ഷൂസ്. അവൻ ഓൾറെഡി ഷൂസൊക്കെ ഒരു റെഡിയായി കേട്ടോ, ഷൂസ് ഇടാൻ. ഇനി വാ, കമോൺ കമോൺ ഇവിടെ ഇരുന്നോ. കമോൺ മൈ ബോയ്. ഇത് ഏത് കാലാണിത്? ഇത് ഈ കാല്. കമോൺ. അയ്യോ, അയ്യോ 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 അയ്യോ. ഇതെങ്ങനെ ഇടും? ഇത് പിടി, ഇത് പിടി. ഇതെന്താണ് അതിന്റെ കാല് കേറാത്തത്? സൈസ് അല്ലേ? ആണത് സൈസ് ഓക്കേ. ആക്കണം കുറച്ചുകൂടെ. ഓക്കേ. Wow. അടുത്ത കാല്. കമോൺ. നല്ല കളറല്ലേ? അവന് മനസ്സിലായി കേട്ടോ, അവന്റെ ബർത്ത്ഡേ ആണ്. കാരണം അല്ല, സമ്മാനങ്ങളൊക്കെ ഇന്നലെ വരുന്നുണ്ട്. ഇവിടെ പി പി ചേച്ചിയോട് പറയണുണ്ടായിരുന്നു ഷുണ്ടു ബർത്ത്ഡേ ഇത് കേക്ക് കട്ട് ചെയ്യണോന്നൊക്കെ. പി പി ചേച്ചി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഷുഗറുടെ ജോലി കിട്ടൂലടി. ആ സ്റ്റിക്കർ, അതിന്റെ സ്റ്റിക്കർ ഇളക്കി കളയണം. ഓക്കേ. പിന്നല്ല അത് കുറച്ചോ. അത് ഫ്രീ കിട്ടിയതാണോ? ഇത് ഫ്രീ. ചാക്കുനൂലൊക്കെ ഇട്ട് കെട്ടിയ സെക്കൻഡ് കെട്ടിയ. ഇതാ അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഇതെന്ത് ദൂരാത്തത്? ആന എടുത്തോ അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം. ആന എടുത്തോ, ബാ അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടു. ഓ പുതിയ ഷൂ ഒക്കെ ഇട്ട് നോക്കിയാണ് കേട്ടാ. പുതിയ ഷൂവും ആനയും. ആന കുത്തൂല. അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം. അമ്മയ്ക്ക്. ഓ ബാ അമ്മയെ കാണിച്ചു കൊടുക്കാം. അമ്മയ്ക്ക് കാണിച്ചു, അച്ഛനെ കാണിച്ചു കൊടുക്കാം. അയ്യോ എടാ അച്ഛാ, ചെരുപ്പ് നോക്കടാ. ഓടാ, ഇത് അവന്റെ കാല് വളർന്നതനുസരിച്ച് വളരും. നിന്റെ കാല് വളരൂലല്ലോ ഇനി. നിന്റെ വയറിളവും, പക്ഷെ കാല് വളരൂല. ഇനി എന്തുണ്ട് വിശേഷം? ആണല്ലേ? അസുഖമായിട്ടിരിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കാക്കിയല്ല, ഞാൻ ഒറ്റയ്ക്കായി പോയതാണ് ഷൂട്ടിന്. എവൾ എന്നെ ഒറ്റക്കിട്ടിട്ട് പോയതാണ്. ആര്? സന്ദീപ്. അവൻ നാട്ടിൽ പോയത്. വളരെ ഷൂസ് ഉണ്ടാടി. ഷൂസ് കണ്ടാ? എന്റെ അല്ല അവന്റെ. ഓ കൊച്ചച്ചൻ ഷൂസ്. അമ്മ ഞങ്ങളുടെ ഷൂ കണ്ടാ? ഒരു ആനയും ഷൂവും. ഇത് അവൻ വളർന്നതനുസരിച്ച് വളർന്ന ഷൂ ആണടി. അങ്ങനെയാണ്. 3-4 വയസ്സ് വരെ ഇടാൻ പറ്റും. സെറ്റ് സാധനം രസമുണ്ടല്ലോ. കളറുകളാണ് അതെ, പ്ലച്ചനായിരിക്കണ കളറൊക്കെ എടുത്ത്. അതുകൊണ്ടാണ് നീ ഇന്ന് പച്ച ഇട്ടത്. അതെ, ഫ്ലൂറസെന്റ് പച്ച. ഞങ്ങൾ കുറച്ച് ചില്ലടിയുണ്ട്. സുഹൃത്തുക്കളെ, ബർത്ത്ഡേ പാർട്ടിയുടെ കമ്പക്കെട്ടിലേക്ക് കിടക്കുകയാണ് നമ്മൾ. കമ്പ ആശാൻ കണ്ണനാണെന്ന്. അക്ഷരം മാറി പോരുത്. കമ്പക്കെട്ട് ആശാൻ കണ്ണൻ. അതെ, സ്ത്രീകൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൗണ്ടർ തന്നേനെ. മെഴുകുതിരി വെച്ചാണോടാ അത് കത്തിക്കുന്നത്? ഒരു പൂക്കുറ്റി കത്തിക്കാൻ അറിഞ്ഞൂടാ കണ്ണാ നിനക്ക്? എന്തൊരു ബുദ്ധി വെച്ച് അതൊന്ന് കത്തിന്ന് കാണട്ടെ. ഗ്രാമവാസി ഇത് കത്തിരയുടെ കൂവും കേട്ടാ. വ്ളോഗ് ഈ സമയത്ത് വ്ളോഗിൽ എല്ലാവരും ടൈം സ്റ്റാമ്പ് ഇട്ടിട്ട് കൂവണ കേട്ടാ. ആരെടുത്തടാ നീ? കത്തിരടാ. ഇല്ല, ആ കഴിവുകളൊക്കെ ഞാൻ തന്നെ. വേണ്ട, കൈവച്ച് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കണില്ല. പടക്കവും ഞാനുമായിട്ടുള്ള ടേംസ് അത്ര നല്ലതല്ല. ഞാൻ വല്ല മെഴുതിരിയും പിടിച്ചോണ്ടിരുന്നോളാം. നീ ഇപ്പൊ കത്തിച്ചോടാ. അല്ല, എനിക്ക് കൈയെടുത്ത് കത്തിക്കാൻ അറിയാനിട്ടല്ല. പിന്നെ ഇപ്പോഴേ എന്റെ കൈയുടെ ഷേപ്പ് ത്രികോണൊക്കെയാണ്. വെറുതെ ഉള്ള വിരലിൽ എണ്ണ കുറയ്ക്കണ്ടല്ലോ. പക്ഷെ കത്തിക്കണ നീ. സമയം ശരിയല്ല.
നീ എന്താടാ കാണിക്കണത്? ആ അങ്ങനെ പച്ച കളറൊക്കെ. എടാ അത് കത്തിയതാടാ നേരത്തെ? അല്ല ഇപ്പൊ വെച്ചതാടാ? ആഹാ, അളിയൻ 3 എണ്ണം ഒന്നിച്ച് വിടാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ. ഡെയർ ഡെവിൾ, ഡെയർ ഡെവിൾ. ഹാപ്പി ബർത്ത്ഡേ ഷുണ്ടാപ്പി. തെറിക്കിട്ട് കമ്പം ഇല്ലേടാ കണ്ണ? കമ്പം ആണല്ലേ? ഓക്കെ, ഇതൊക്കെ കത്തിക്കട്ടെ കേസ്. പി എവിടെ? പി വാ, പടക്കം പൊട്ടിക്കണ്ടേ? എടാ ഇതിങ്ങനെ കത്തിച്ചോണ്ടിരുന്നാ മതിയാ? എടാ അതിന്റെ മണ്ട വെക്കാൻ തറ വേടാ കണ്ട തറച്ചക്ര റോഡിയിട്. എടാ പോടാ, വേട്ടാവളിയുടെ കാര്യം. ഓ മൈ ഗോഡ്. എടാ തറച്ചക്ര എടുത്ത് താഴെ വേടാ. എടാ അത് മണ്ടത്തലോണ കേട്ടോ അത്. ഓ കിഴങ്ങുകളെ തന്നെ. ഓ മൈ ഗോഡ്. ആ നല്ല തറച്ചക്ര കേട്ടാ, കൊറേ കറങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, നിന്റെ കിഴങ്ങൻ കെട്ടിയോ? അമ്മ ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി. സുഹൃത്തുക്കളെ, ഒരു വലിയ പൊട്ടളത്തിനും സ്ഫോടനത്തിനും ഒക്കെ ശേഷം എല്ലാവർക്കും ഒതുക്കി. നീ എന്തിനടി കാണിക്കണത്? ഇപ്പോൾ ഓടി നടന്ന് എല്ലാരെയും മുഖത്ത് സ്പ്രേ അടിച്ച് ഗൈസ്. അത് എവിടെ ഒളിപ്പോരായിരുന്നു. അവസാനമാണ് ഒളിപ്പോരാളിയെ കിട്ടിയത്. അപ്പൊ എല്ലാരും കൂടെ മരോ. എന്തായാലും ബൈ ബൈ ഗൈസ്. കുറ്റിപ്പടക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഒരെണ്ണം കത്തിച്ച് എറിയാൻ നോക്കി എന്റെ കൈ ഇരുന്ന് പൊട്ടിയത്. അപ്പൊ പിന്നെ ഇത് ഞാൻ മാറ്റി വെച്ചു, അവിടെ ഇരുന്നോട്ട്. ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാന്ന്. ഓ ഇനിയൊന്നുമില്ല ഗൈസ്, ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു നമ്മൾ. ഓക്കെ, എന്താടി ആരാ നീ വിളിക്കണത്? ആണാ, ഞാൻ ഇവിടുത്തെ കലാപരിപാടികൾ ഒരുവിധം സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തോ ഒരു സാധനം എന്താ അവന്മാർ എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്താടാ ഉള്ളിപ്പടക്കോ? ഓ മാല, കുഞ്ഞു മാല. അളിയാ കത്തിച്ചെറിയടാ. എടാ ഈ 2 ടേറ്റയ്ക്ക് വേണ്ടിയാണോടാ നീ ഇത് കാണിച്ചത്? പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. എടാ ഇത് അത്രയും വേസ്റ്റ് ആയല്ലടാ. എടാ അത് പൊട്ടിച്ചിട്ട് ഓരോന്നായിട്ട് കത്തിച്ചെറിയണ സാധനം വരുന്നടാ. അതാണ് ഒരു പെട്ടി കൊണ്ടുവച്ച് കത്തി. ഇവന്റെ പേരെന്തൊരു? ശോകൻ. പേരിന് ആപ്റ്റ് ആയിട്ടുള്ള സ്വഭാവം. എന്താടി? ആ എടി, ഒരു പെട്ടിയിൽ ഇൻഡിവിജ്വൽ പടക്കങ്ങൾ ഓരോന്നായിട്ട് പൊട്ടിക്കാനുള്ള അവൻ മൊത്തത്തിൽ ഒറ്റയ്ക്ക് പൊട്ടിച്ചിട്ട് വന്നേക്കണം. എന്താടാ നിന്റെ ഐഡിയ ആയിരുന്നാ? ലിപ്പാമ ഇരുന്ന് പുകയും കേട്ടോ നിന്റെ പൊണ്ടാട്ടി. അളിയാ, അപ്പം നമുക്ക് അടുത്ത മറ്റേ പരിപാടിക്ക് സർപ്രൈസ്. ഷുണ്ടാപ്പി ഹാപ്പി ബർത്ത്ഡേ. വായിന്ന് വിരലറാ. ഡേ ടു യു. വീണ്ടും ഹാപ്പി. അത് മിസ്സായിപ്പോ. കുഴപ്പമില്ല, വർക്കില്ലേ മക്കളെ, ജീവിക്കണ്ടേ നമുക്ക്. ഇപ്പൊ ടാറ്റ. ഓക്കെ, ടാറ്റ കൊടുക്കും ഞാൻ. ഗൈസ് വ്ളോഗ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. നാളെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.